പടം കൊള്ളായിരുന്നു. മോഹൻലാൽ കൊള്ളായിരുന്നു. 3D എഫക്റ്റ് എല്ലാം കൊള്ളാം. കൊച്ചുള്ളവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടം. ഒരു വട്ടം കാണാൻ കൊള്ളാമല്ലോ. കൊള്ളാം. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ പടമാണ്. അല്ല കൊള്ളാം. പടം കൊള്ളാം. കുട്ടികൾക്ക് കാണാൻ പറ്റിയ ടൈപ്പ് പടം. ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കുട്ടികൾക്ക് കാണാൻ ഇഷ്ടപ്പെടും. ഇത് കുട്ടികൾക്ക് കാണാം, ഫാമിലി ആയിട്ട് കാണാം. സൂപ്പർ ആയിരുന്നു പടം. കണ്ടോണ്ടിരിക്കുക. സൂപ്പർ പടം. അത്ര നമുക്കന്ന് പ്രതീക്ഷിക്കണ്ട, പക്ഷേ എങ്കിലും നിരാശപ്പെടുത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. എൻജോയബിൾ ആണ്. അത് ഈ പറയുന്നത് എനിക്ക് മെയിനായിട്ട് ചിൽഡ്രൻസ് മൂവി ആയതുകൊണ്ടാണ് കൂടുതൽ നെഗറ്റീവ്സ് വരുന്നത്. ഒരു ജസ്റ്റ് അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അങ്ങനെ നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഓവറോൾ നന്നായിരുന്നു. കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു പടം. നന്നായിരുന്നു പടം. 3D നന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. വേറെ അടുത്താണ് കൂടുതൽ ചോദിക്കേണ്ടത്. നല്ല പടമായിരുന്നു. കൊള്ളാം. അടിപൊളി, സൂപ്പർ, അടിപൊളി സിനിമ. നല്ലതായിരുന്നു. കൊള്ളാം. അടിപൊളിയായിരുന്നു. സൂപ്പർ. അടിപൊളിയായിരുന്നു. നല്ലൊരു പടം. പല സമയത്തിൽ എടുത്തതിൽ നല്ലൊരു പടം. നല്ല ഇതിൽ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ പടം. ജനങ്ങൾക്കെല്ലാം എല്ലാവർക്കും പറ്റിയൊരു നല്ലൊരു കണ്ടീഷനാണ്. അടിപൊളി. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടം. മിന്നിച്ച് 3D സൂപ്പർ. കുട്ടികളുടെ ഏജ് ഗ്രൂപ്പിന് ഇച്ചിരി കൂടെ കംഫർട്ടാന്ന് തോന്നുന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി നന്നായിരുന്നു. ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടു. ഇച്ചിരി കൂടെ ഓക്കെ ആയിട്ട് തോന്നി. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുട്ടികളെ കൊണ്ടാണ് കാണുന്നത്. എല്ലാവർക്കും നല്ല കൊള്ളായിട്ടുണ്ടായിരുന്നു. എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. VFX എടുത്തു പറയേണ്ടതാണ്. ഇത് 40 വർഷത്തിനിടയ്ക്ക് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു പടമാണെന്ന നിലയ്ക്ക് മോഹൻലാലിന്റെ സംവിധാനം നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. ഇതൊരു ഹോളിവുഡ് ലെവൽ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ VFXും കാര്യങ്ങളും സൗണ്ട് മിക്സിങ്ങും ഡയലോഗ് ഡെലിവറി എല്ലാം ഒരു അന്താരാഷ്ട്ര സിനിമയ്ക്ക് മാച്ചാവുന്ന തരത്തിലായിരുന്നു. മോഹൻലാലിൻ്റെ സംവിധാനം പെർഫെക്റ്റ് ആയിരുന്നു. ഇത്രയും നാളത്തെ പുള്ളിയുടെ ഒരു അനുഭവ സമ്പന്ന ആ സംവിധാനത്തിലുണ്ട്. അത് കണ്ടറിയാൻ പറ്റാവുന്നതാണ്. അത് പടം വൻ വിജയവും ബ്ലോക്ക് ബസ്റ്ററിനും വലിയ ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ പോകും. മോഹൻലാലിൻ്റെ ഒരു വലിയൊരു സംഭാവനയായിട്ട് ഇത് കൂട്ടാം മലയാള സിനിമയിൽ. ഇപ്പോഴേക്കും ഒരു VFX ഉള്ള പടം ഇന്നേ വരെ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടില്ല. വൻ വിജയമെന്ന് തന്നെ പറയാം ഈ പടം. ഭയങ്കര അടിപൊളിയൊന്നും അല്ല, പക്ഷെ ഡെബ്യൂ അല്ലേ. അപ്പം നമ്മൾ ഡെബ്യൂ ഡയറക്ഷൻ അല്ലേ, അപ്പം അടിപൊളിയാണ് പടം. അടിപൊളിയാണ്. 3D നല്ല രസമുണ്ട്. അടിപൊളി. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ് പടത്തിന്റെ. അങ്ങനത്തെ ഒരു പടമല്ലേ ഇത്. പറഞ്ഞ പോലെ ആദ്യമേ പറഞ്ഞാണല്ലോ, പിള്ളേർക്കുള്ള സിനിമയാണെന്നുള്ളത്. ആ ഒരു നറേറ്റീവിൽ പോകുന്ന പടമാണ്. അതായത് നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു മോഹൻലാൽ ചിത്രം അല്ലെങ്കിൽ ഒരു മാസ് മൂവി പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അങ്ങനെ വരരുത്. നമ്മൾ ഈ മൈൻഡ് സെറ്റിൽ വരുമ്പോൾ പടം ഓക്കെയാണ്. ആ ഒരു നറേറ്റീവിലാണ് പോകുന്നത്. ചിൽഡ്രൻസ് നറേറ്റീവിലാണ് പടം പോകുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. ആ ഒരു ഇത് കണ്ടാൽ ഓക്കെയാണ്. മോഹൻലാലിൻ്റെ വേറെ സിനിമകൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു ലൂസിഫർ പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് കിട്ടില്ല. ഒരു മാസ് പടം, ഞാൻ ഉദ്ദേശിച്ച ഒരു മാസ് പടം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു മാസ് പ്രതീക്ഷ വന്നാൽ കിട്ടത്തില്ല. ഇത് വേറൊരു സിനിമയാണ്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നും. ഭയങ്കര അടിപൊളി. എല്ലാ അബദ്ധം തന്നെയാണ്. ഇഷ്ടപ്പെട്ടു. ഫിലിമാണ്. ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അതിൻ്റെ 3D ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ 3D അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു വിഷ്വൽ എക്സ്ട്രാവഗൻസ് ആണ്. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. പക്ഷേ ആസ് ഫാർ ആസ് ദ സ്ക്രിപ്റ്റ് ഇസ് കൺസേൺഡ് ഓർ ദ സ്ക്രീൻ പ്ലേ ഇസ് കൺസേൺഡ്, ഇറ്റ്സ് നോട്ട് ദറ്റ് ബുക്കിംഗ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നില്ല. എന്നാലും ഒരു മോണിമെന്റൽ അറ്റംപ്റ്റ് ആയിരുന്നു. നല്ലൊരു എഫേർട്ട് ആയിരുന്നു ഫ്രം മോഹൻലാൽ ആസ് എ ഡയറക്ടർ. എനിക്ക് ഒരു അത്ര അമേസിംഗ് ആയിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല. ഇതൊക്കെ കാണാൻ പറ്റിയ പടം.